സായിപ്പിന്റെ ആട് പുണ്ണാക്ക് തിന്നു 1 ആക്കിലൊട്ടി. ഡോക്ടർ സാർ വന്ന് കുഴലിട്ട് നോക്കി, കുഴപ്പമൊന്നും ഇല്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. നീ പോയി. സായിപ്പിന്റെ ആട് പുണ്ണാക്ക് തിന്നു 1 ആക്കിലൊട്ടി. ഡോക്ടർ സാർ വന്നു കുഴലിട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. നീ എന്നാ ഞാൻ വെക്ക എണ്ണിത്തീർക്കും. മുപ്പത്തെട്ട് 39 40 ഒളിച്ചാൽ സാറ്റേ ഇനി കുറ്റിയെ മുട്ടി വിളിച്ചാ കൂട്ടൂലേ? പാറു ബി ക്ലാസ്സിലോട്ട് ഓടിപ്പോയി. നീ ബി ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ അവള് ആ ക്ലാസ്സിലായിരിക്കും പോയത്. ഞാൻ കാട്ടു. നീ പാറു വെച്ചിറങ്ങിയ അവൻ പോയി. ഓടിപ്പോയി സാറ്റി ഓടി. അയ്യോ സാറ്റടിച്ചു. എടാ കള്ള. എന്റെ 10 പാറുവിന്റെ 10 എന്റെ വിരുദ്ധ കള്ള കാണിച്ചാണ്. 1 2 3 4 5 6 പാറു പാറുവിന്റെ പഞ്ചര അമ്മാമ ഈ കിളവി രാവിലെ എണിച്ചിട്ടുണ്ട്. ഒന്നുമില്ലടി അടെ അമ്പലക്കുളത്തിലെ പിള്ളേരൊക്കെ മീൻ പിടിക്കുന്നു. ഈ കിളവിയാണ് പാറുവിനെ എങ്ങും വിടാത്ത കിളവി എണീച്ചു. എനിക്ക് അപ്പഴേ അറിയായിരുന്നു അവളെ അമ്മ വിടൂലെന്ന്. ആ കിളവി ഒരു പങ്കരിയാണ്. ഞാൻ എത്ര നേരം നിങ്ങളെ കാത്തിരിക്കണം അറിയാമോ? പിള്ളേർ അത്രയും മീൻ പിടിച്ചോണ്ട് പോയി കാണും. വാങ്ങിട്ട് എനിക്കൂടെ ഒരു കൊണ്ടുവരണേടാ. 6 മണി തൊട്ട് എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടിട്ട് കട്ട വെയിറ്റിംഗ് ആണെന്ന് അറിയാം. പക്ഷെ ഇന്ന് സ്കൂൾ വീഡിയോ ഇടാൻ പറ്റിയ കാര്യം ചക്കിക്ക് ഇന്നലെ തൊട്ട് ഭയങ്കര പനിയായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല കൂടി. അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് വീട്ടിൽ ഒന്ന് കയറിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ വീഡിയോയിൽ ചക്കി കാണൂല. ചേച്ചി ചക്കിക്ക് എങ്ങനെ പനി വന്നെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തേനെ. എനിക്ക് നല്ല പനിയായിരുന്നു. നമ്മൾ തമ്മിൽ അങ്ങനെയാണ്, പണ്ടോട്ടേ അങ്ങനെയാണ്. നല്ല സ്വഭാവങ്ങളൊന്നും പരസ്പരം പകർന്നില്ലെങ്കിലും ഇതിനകത്തെ പനി, ജലദോഷം, മൂക്കൊലിപ്പ് എല്ലാം പരസ്പരം പകരുന്നതാണ്. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് 1 കിൻഡൽ ഗുളിയൊക്കെ ആയിട്ട് ചക്കി വീടെത്തിയപ്പോഴത്തേക്കാണ് വേറൊരു ടെസ്റ്റ്. നാളെ ചക്കിക്ക് എക്സാം ഉള്ളതാണ്. പക്ഷെ പരീക്ഷന്റെ ഒരു ബോധവും ഇല്ലാതെ ചക്കി താനെ മറന്ന് തമ്പുരാനെ മറന്ന് കിടന്നുറങ്ങിയാണ്. ഇനി രാവിലെ ഉറക്കം എണീക്കുമ്പോ എന്താവും അവസ്ഥയെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൊ ഇന്ന് എത്ര ഉള്ളൂ ചേട്ടാ. ബൈ സീ യു. അപ്പൊ ഇന്നത്തെ ഒരു കണ്ടന്റ് വീഡിയോ അല്ല, ഒരു ചെറിയ പരസ്യമാണ്. ഇതിപ്പോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്റെ മാമന്റെ പോത്താണ്. ഇതിനെ വിൽക്കാൻ വേണ്ടിട്ട് നിർത്തിയേക്കാണ്. അത്യാവശ്യം നല്ല പൊക്കോ സൈസോ ഒക്കെ ഉള്ള ഒരു വലിയ പോത്താണിത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങളെ പരിചയത്തിൽ ആർക്കെങ്കിലും പോത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എടി ചക്കി, ഇനിയിപ്പൊ എങ്ങനെ നീ ഈസിയാക്കി ഉടുപ്പിട്ടോണ്ട് വരണത്? എന്തോ എനിക്ക് അറിഞ്ഞൂടാടാ. എനിക്ക് കുഴപ്പമില്ലടി. എനിക്ക് ഭരണിക്കെടുത്ത മഞ്ഞയില് പച്ച കളറുള്ള ഷർട്ടും അതിന്റെ പാന്റും ഉണ്ട്. നിന്റെ കാര്യമാണ് കഷ്ടം. എവിടെ പോയിട്ടുണ്ട് നിങ്ങള്? നമ്മള് താണ്ട് രാധയമ്മേനെ വീട്ടിൽ പോയടാ ചക്കിക്ക് ഈസിയാക്കി ഇടാനായിട്ടുള്ള ഉടുപ്പ് തച്ചേരോന്ന് ചോദിക്കാൻ. പക്ഷെ രാധയമ്മ പനിയായിട്ട് കിടക്കണ്. ചക്കര ചേച്ചിന്റെ ഉടുപ്പാണ്. എനിക്ക് ഭയങ്കര വലുത്. ചെറുതാക്കി തരോന്ന് ചോദിക്കാൻ പോയാണ്. ഞാൻ എന്തോ എന്തോ. അപ്പൊ ചക്കര ചേച്ചിയുടെ ഉടുപ്പാണ് നീ ഇടണത്. നീ വിഷമിക്കണ്ടടി. നമ്മളെ വീട്ടിലെ സൂചി നൂലുണ്ട്. ഇപ്പൊ നമുക്ക് തയ്ക്കാം. താണ്ടേടാ മണിക്കുട്ട, ഇത്രയും വലുതാണ്. അയ്യോ, ഇത്രയും വലുതാ. ഇത് തയ്ക്കാതെ നിനക്ക് ഇടാക്കൂലടി ചക്കി. അതിന് സാരമില്ല, അമ്മക്ക് തയ്ക്കാം. കണക്കിന് വിടിയടാ. ഒത്തുകൂടി നിന്നെ ഊര്. ഇല്ല ഇനി 2 മണിക്കൂട്ടെ എവിടെ തയ്ക്കട്ടെ. പിടിച്ചോടി ചക്കി. ഇനി ഇട്ടോ കടി ചക്കി കണക്കിന്.
പറഞ്ഞില്ലേ നീ ചക്കര ചേച്ചിയുടെ ഇടണ്ട, നിന്റെ പുതിയ കുരുത്തോലെ പാവട ഇട്ടാ മതിയെന്ന്. അപ്പൊ നിനക്ക് വേറെ കുരുത്തോല പാവടയൊക്കെ ഉണ്ടായിരുന്നാ? ഓ നമുക്ക് വേറെ ഉണ്ടായിരുന്നിട്ടും ചക്കര ചേച്ചിയുടെ നീല ചുരിദാർ കണ്ടപ്പോ അവൾ അതേ ഇടോളൂ. എന്നാ നിന്റെ ചുരിദാർ ഞാൻ കൊണ്ടുവന്നില്ലടാ. ഞാനും പറഞ്ഞു നീ നിന്റെ വേണമെങ്കിൽ ഇട്ടാ മതി. ചക്കി ആറു ഡുണ്ടു. അതെന്ത് ഡുണ്ടു സ്കൂൾ വരാത്തത്? ആ രണ്ടുപേരെയാണ് ഇരി. അത് നമ്മളിങ്ങോട്ട് പറഞ്ഞൊഴുകി അവനെ കണ്ടപ്പോ അവൻ പറഞ്ഞ അവന് രാവിലെ പനിയും വയറിളക്കം വരുന്നത് പറഞ്ഞപ്പോ തെറ്റിപ്പോയി. അപ്പൊ നിങ്ങള് രാവിലെ അവനെ കണ്ടല്ലേ? സാറേ ക്ലാസ്സിൽ കയറട്ടാ. ഇവിടെ വാടാ. എന്താണ് താമസം നീ? അത് സാറേ രാവിലെ ഭയങ്കര മഴക്കോളായിരുന്നു. നമ്മക്കാരൊക്കെ മഴയില്ല, നിനക്ക് മാത്രമേ മഴയുള്ളൂ. പോയിരുന്ന ക്ലാസ്. നീയല്ലേ പറഞ്ഞ നീ സ്കൂളിൽ വരില്ല, നിനക്ക് പനി വയറിളൊക്കെ ഒന്ന് പറയണോന്ന്. ഓ ഞാൻ അവിടെ ഇത് കളിച്ചോണ്ടിരുന്നപ്പ അച്ഛൻ പണിയില്ലാതെ വന്ന് അങ്ങനെ ഓടി സ്കൂളിൽ പോണെന്ന് പറഞ്ഞ് എന്നെ എടുത്തിട്ട് അടിച്ച് അവിടെ തന്നെ ഇപ്പൊ സാറും അടിച്ച് പൊട്ടിയെന്ന്. ആരെങ്കിലും സ്കൂളിൽ വരാതെ കള്ള അടിച്ച് വീട്ടിൽ നിന്നെന്ന് ഞാൻ അറിഞ്ഞ. ബുക്കെടുക്കി. ഇന്നലെ കളിച്ച സ്ഥലം അമ്മക്ക് എന്നെ വേണം. വേഗം വാ. ചക്കി നിന്റെ കമ്മല് കളഞ്ഞു. ചക്കത്തിന്റെ കമ്മല് കിട്ടി. കുടഞ്ഞു നോക്ക്. കരണ്ട അമ്മക്ക് ഡാക്ടർമാരുടെ അടുത്ത് പറയാവാ. സാറേ ചക്കിയുടെ കമ്മലിന്റെ ആണി കളഞ്ഞുപോയി. ചക്കിയുടെ കമ്മലിന്റെ ആണിയാ? എന്നിട്ട് ക്ലാസ്സിലൊക്കെ നോക്കിയാ? ഇല്ല, കളഞ്ഞ ഉടനെ നമ്മൾ സാറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. നിങ്ങളെ ക്ലാസ്സിൽ പോക്കോ, ഞാൻ എന്താ വരണേ. ഓ ശരി സാറേ, വാ നമുക്ക് പോയി ക്ലാസ്സിൽ തൂത്തു നോക്കാം. ചക്കി നമ്മൾ ഡെസ്ക് എടുത്ത് മാറ്റാ, നീ ഇവിടെ കൂടെ തൂത്ത് നോക്ക്. എടി ചക്കി ദാണ്ട് ബെഞ്ചിന്റെ ഇങ്ങായിട്ടൂടെ തൂക്കടി. എടുത്ത് മാറ്റണം മണിക്കുട്ട. ചക്കി ഇപ്പുറത്തോട് തൂരി ഉണ്ടോ? ആ ബോർഡിന്റെ എവിടെയൊക്കെ നോക്കിയാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. സാറേ ഇതിലൊന്നും ഇല്ല. ഇവിടെ എങ്ങും ഇല്ലെങ്കിലേ നിങ്ങൾ പുറത്ത് എവിടെയൊക്കെ പോയി കളിച്ച് അവിടെയൊക്കെ പോയി നോക്ക്. പാടിച്ചക്കി നമുക്ക് കിണറ്റിന്റെ മുട്ടിൽ. അയ്യോ ഇവിടെയൊന്നും ഇല്ലടി ചക്കി. നമ്മള് വെളിയിൽ നിന്ന് നോക്കാം, നീ മൂത്രപ്പേരയിൽ അകത്ത് പോയി നോക്ക്. ചെല്ലി. കരയിലേ ചക്കി, നമുക്ക് നോക്കാം. നമ്മള് കഞ്ഞി കുടിച്ചിട്ട് വന്നപ്പോഴല്ലേ കമ്മല് കളഞ്ഞു. അപ്പൊ നമുക്ക് കഞ്ഞി കുടിച്ച സ്ഥലത്ത് നോക്കാം. അവിടെ പോയി നോക്കാം. ഇവിടെ ഞാൻ ഇരുന്ന്, അവിടെ മണിക്കൂട്ടായിരുന്നു, ഇവിടെ ചക്കി ഇരുന്നു. അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ കാണും. കിട്ടി കിട്ടി. ചക്കിയുടെ കമ്മലിന്റെ നമുക്ക് ഇത് സൂക്ഷിച്ച് ബാഗിൽ വെക്കണം. എന്നിട്ട് വീട്ടിൽ പോയി നല്ലോണം ഇറക്കിയാൻ കിടണം. സൂക്ഷിച്ച് വെക്കണേടി, ചക്കിരി കളയല്ലേ. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ മണി 9:30 ആയി. ഭാഗ്യം വെല്ലടിച്ചില്ലല്ലേ. എടാ ഡുണ്ടു, നീ ഏതി പോയി നോക്കിട്ടോടെ ഫോട്ടോ എടുക്കണം. മാമ വന്നാന്ന്. നിങ്ങൾ പൗഡർ ഒന്നും തീർക്കല്ലേ. ഫോട്ടോ എടുക്കുന്ന മാമ വന്നാ നോക്കാൻ പോയി ഡുണ്ടു എവിടെ? ആ ചെറുക്കനെ കാണാനുമില്ല. പൗഡർ നിനക്ക് വെച്ചിട്ടുണ്ട്. ഓ തീർക്കല്ലേ നീ. അയ്യോ വെല്ലടിച്ച്. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. എന്റെ സഹോദരി സഹോദരന്മാരാണ്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഞാൻ തിത്തോട്ടടി ചീപ്പാടി പാറു. ചീപ്പ് തറയെ പോയി. അയ്യോ പൗഡർ തട്ടിപ്പോയി. കുഴപ്പമില്ലടി. ശരിയായ ഇപ്പൊ ശരി. എന്നിട്ട് എനിക്ക് തിന്നരുതാ. എനിക്ക് പൗഡർ ഇട്ട ശരിയായ ഇവിടെ കിടക്കണം. എന്റെ പോത്താ എനിക്ക് പൗഡർ ഇട്ടതാ ചക്കി. കണ്ണിന്റെ ഇവിടെ കിടക്കണം. കുറച്ച് ഇത് എടി ഇത് ഞാൻ പിന്നെ പൗഡർ പോയി. വെള്ള പൗഡർ സിന്ദൂർ എനിക്ക് കൊടുത്താ. ഞാനിവിടെ ഇട്ട് ചീപ്പ. അടുത്ത നമ്മളെ ക്ലാസ്സിലെ ഫോട്ടോ എടുക്കണം. എല്ലാരും പരിപാടിയായിട്ട് വാ.
ഇടി ഇങ്ങനെ കൈയ്യട്ടി ഇടിയടി, ഇതാണ് ഇപ്പോഴത്തെ സ്റ്റൈല്. ഞാൻ ഇങ്ങനെ കൈവെട്ടി വെച്ചു. ഇപ്രാവശ്യം മണിക്കുട്ട ഇല്ലല്ലേ പാവം. അത് 3ാം ക്ലാസ്സിലെ ഫോട്ടോയിലും ഇല്ലായിരുന്നു. ഇതിലിപ്പോ ചക്കിക്കാണ് പൊക്കം കുറവ്. ചക്കി എണിച്ചാ ഡെസ്കിന്റെ അവിടെ കയറിയില്ലേ.